Good evening, sir. Okay, Harifa, good evening. Good evening, sir. Okay, Alpha, good evening. Deepthi, good evening. എന്താണ് ശുഷ്കമാണല്ലോ നമ്മുടെ ജനസംഖ്യ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടം വരെ എഴുതി നിർത്തിയത് പറയാമോ ഹരീഫ? ആ റോമൻ ലെറ്ററിലേക്ക് ചെയ്യുന്ന ചോദ്യം കളിച്ചാൽ മതി. Roman number 9. Roman number 9 അല്ലേ? ആ റോമൻ നമ്പർ 9 ചോദ്യം ഒന്ന് വായിക്കാമോ? Use appropriate reflexive pronoun in the following sentence. റിഫ്ലെക്സീവ് പ്രോനൗൺ അല്ലേ? Use the appropriate reflexive pronoun in the following sentence. And we should have faith in dash. അല്ലേ? അല്ല അത് എഴുതിയത്. Yes, sir. Okay. Very good. Okay. ഇനി അപ്പൊ അത് നമ്മള് 10 എഴുതിയില്ലേ? ലാസ്റ്റ് ഒന്ന് വായിച്ച ഹെൽപ്പ്. She dash found out her mistakes herself. Okay. അപ്പൊ നമ്മളിപ്പോ 9 വരെ എഴുതി. ഓക്കെ, അടുത്ത എഴുതി കേട്ടോ. യൂസ് 10ാമത്തെ റോമൻ ലെറ്റർ. യൂസ് reflexive use reflexive sorry use appropriate 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 relative relative pronouns pronouns in the following sentences. Use the appropriate relative pronouns in the following sentences. Okay. അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേറ്റീവ് പ്രോനൗൺ എന്താണെന്ന്. ഓക്കെ, ആ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. He is an actor. ACT over. Dash is admired. ADMIRED. Dash admired by everyone. By
everyone. Admired by everyone. Okay, bracket അടിയിൽ A. Who? Who? B. Which? C. Whom? Okay, പൂരിപ്പിച്ചോളൂ. പൂരിപ്പിച്ച? ഓക്കെ, ജസ്റ്റ് പറയാമോ ആൻസർ? Who? Who is the correct answer. This, he is an actor who is admired by everyone. എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഒരു ആക്ടർ അവരാണ്. അടുത്തത് God. God helps, HELPS, helps those, THOS, those dash help others. Okay, അടിയിൽ ABC. A. Who? B. Whom? C. Whose? WHOSE, whose. Okay, ഇതിന്റെ ആൻസർ മുബീനാണ് പറയേണ്ടത്. നോക്കിയിട്ട് പറയാം. മുബീന ഇല്ല. സബിക? യെസ് സർ. ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? ഹും എന്നാണോ? ഹും. ഓക്കെ, ഹും അല്ലാന്ന് ആർക്കുള്ള അഭിപ്രായമുള്ളവരുണ്ടോ? ഹു ആണ് കറക്റ്റ് ആൻസർ. നോക്കിയേ, ദൈവം സഹായിക്കുന്നു. ദോസ് അപ്രകാരമുള്ളവരെ. ഹു ഹെൽപ്പ് സഹായിക്കുന്നതായ. അതേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുന്ന അപ്രകാരമുള്ള ആളുകളെ ദൈവം സഹായിക്കുന്നു. യെസ്. അടുത്തത് ദിസ് ഈസ് ദ ഫ്രണ്ട്, FRIEND. അടുത്ത ഹരീഫാണ് പറയേണ്ടത്. ദിസ് ഈസ് the friend, FRIEND, friend dash I told you about. This is the friend dash I told you about. അതിൽ A. whom, WHOM. B. who, WHO. C. whose, WHOSE, whose. അപ്പോ അരീഫ് ഒന്ന് ആലോചിക്കുക. ഹു അല്ല എന്ന അഭിപ്രായമുള്ള അറിയുന്നുണ്ട്. അതുണ്ടോ? ആൽഫ പറയുന്നത് ഹും. പിന്നെ ഹുമ്മാണ്. സബിക ഹുമ്മാണ്. ജസ്നയൂലി പറഞ്ഞു. അപ്പൊ നമുക്ക് തീരുമാനമാക്കാം. ഹു ആണ്. ഓക്കെ, ദീപ്തിയോ?
ദീപ്തിഹരി. യെസ്, ദീപ്തിഹരി ശരിയായ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം പറയാനുള്ള സാറ് മറ്റേ പേഴ്സണല്ലേ ഇതാക്കണേ? ഹുമ്മും വരാലോ? ഒന്ന് ക്ലിയർ ആയില്ലേ? ഹൂവും വരാം, ഹുമ്മും വരാം. യെസ്, ഓക്കെ. നമുക്ക് ഇനി നോക്കാം കേട്ടോ. നോക്കി. ദിസ് ഈസ് ദ ഫ്രണ്ട്. ഇതാണ് ആ സുഹൃത്ത്. ആരെ കുറിച്ചാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആ എബൌട്ട് എന്ന് പറയുന്ന വേർഡ് ആ ഏറ്റവും അവസാനം എഴുതിയതിൽ നിന്ന് തൽക്കാലത്തേക്ക് ആ ഡാഷിന് തൊട്ട് മുമ്പാണെന്ന് വിചാരിക്കും. എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കി. ആ എബൌട്ട് എന്ന് പറഞ്ഞ വേർഡ് ഇപ്പോൾ ഉള്ള സ്ഥലത്തിനാണ് വേണ്ടത്, പക്ഷെ അത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിന്റെ അറ്റത്തോട്ട് പോയതാണ്. ആ എബൌട്ട് എന്ന് പറഞ്ഞ വേർഡ് അവിടെ അല്ല, ഫ്രണ്ട് കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ വരും? ദിസ് ഈസ് ദ ഫ്രണ്ട് എബൌട്ട് ഡാഷ് ഐ ടോൾഡ് യു. ആരെ കുറിച്ചാണോ ഞാൻ പറഞ്ഞത് ആ ഫ്രണ്ട് വരാം. അപ്പൊ അവിടെ എന്ത് വരും? ആരെ കുറിച്ചാണോ ഏത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഫ്രണ്ട് വരും. അപ്പൊ ആരെ എന്നുള്ളത് എന്ത് വരും? ഹുമ്മാണ് കറക്റ്റ്. ഹും, ഹൂ അല്ല ഹും. മക്കളെ 2 മാർക്ക് കണ്ടപ്പോണേ. യെസ്, ഇതൊക്കെ നമ്മള് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിയതാണ്. യെസ്, അടുത്തത് ദ ഫിലിം. അടുത്തത് ആൽഫയാണ് പറയേണ്ടത്. ദ ഫിലിം ഡാഷ് we saw SAW so is based on BACD is based on a true story. TRUE true story. STORY story. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. The film dash we saw is based on a true story. And a multiple choice answer is go A, which, B, whose, WHOUSE, whose, C, whom, WHOU, which, ഇല്ലേ which എല്ലാ എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? വിച്ച് എല്ലാ എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? അപ്പൊ ആരും വിച്ച് അല്ല എന്ന അഭിപ്രായമുള്ളവരില്ലാത്തത് കൊണ്ട് വിച്ച് എന്നുള്ളത് ശരിയുമാണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വിച്ച് ആയ. അപ്പൊ നോക്കിയേ, ദ ഫിലിം വിച്ച് വി സോ, ഞങ്ങൾ കണ്ടതായ സിനിമ, ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, അതൊരു നടന്ന സംഭവത്തെ കുറിച്ചുള്ളതാണ്. അടുത്തത്, ദിസ് ഈസ് ദ പേഴ്സൺ, ദിസ് ഈസ് the person dash I want, WANT, I want to see. ദീപ്തിയാണ് പറയേണ്ടത്. I want to see. I will repeat the question. This is the person dash I want to see. I want to see. Okay. അതിനിടയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയി ആൻസർ ചെയ്തിരിക്കോ. Whom, A, whom, B, whose, WHOUSE, whose, C, who, WHO. Yes, ദീപ്തി പറഞ്ഞോളൂ. This is the person dash I want to see. ദീപ്തി, ഓക്കെ. ദീപ്തി ഉത്തരം പറയാനായിട്ട് വൈകുന്നത് കൊണ്ട്
ചോദ്യം ഞാൻ ജസ്റ്റിലേക്ക് പാസ് ചെയ്യാം. അവിടെ ഏതാ വേണ്ടേ? ഹും ആണ് വേണ്ടത് അല്ലെ? ഹും അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഹും അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? യെസ്, ആരും പറയാത്തതുകൊണ്ട് എല്ലാവരും ഹും ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉത്തരം ശരിയാണ്. ഹും, ദിസ് ഈസ് ദ പേഴ്സൺ, ഇതാണ് ആ വ്യക്തി. ഹും, ആരെയാണോ ഐ വാണ്ട് ടു സീ, ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി ഇതാണ്. അടുത്തത് question number, next question number, those dash work, WORK, work hard, 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 succeed, 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 in life, okay, yes, and then you A, who, WHO, who. B, whose, WHOSE, whose. C, whom. Okay, സബികയാണ് ആൻസർ പറയേണ്ടത്. ഹു അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? ഹു അല്ല എന്ന അഭിപ്രായമുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആൻസർ ശരിയാണ്. ദിസ് ഈസ് ദോസ് ഹു വർക്ക് ഹാർഡ്, ആരാണോ കഠിനമായിട്ട് അധ്വാനിക്കുന്നത്, സക്സീഡ്, വിജയിക്കുന്നു ഇൻ ലൈഫ്, ജീവിതത്തിൽ. The book ഏഴാമത്, dash you gave me, the book dash you gave me is in my room, is in my room, is in my room. Okay, and I did multiple choice answer. A, which. B, whose, WHOSE, whose. C, WHERE, where. ഉത്തരം പറയേണ്ടത് ഹാരിഫയാണ്. പറഞ്ഞോളൂ. ഹാരിഫ ഫൈസൽ. The book dash you gave me is in my room. Answer? ഹാരിഫ പറയാൻ സമയം. പറഞ്ഞോളൂ. Where എന്നല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? വിച്ചല്ലേ? ഇപ്പോ സബിക വിച്ചാണ്, ആൽഫ വിച്ചാണ്, ജസ്ന ഏതാണ്? വിച്ച്. നസീലയോ? വിച്ച്. അപ്പോ ഹരീഫ വിച്ചാണ് കറക്റ്റ്. ആയ, ജീവനില്ലാത്ത വസ്തുക്കളുടെ നേരെ ആയ എന്ന് വരുമ്പോ വിച്ചും, ജീവനുള്ള വസ്തുക്കളുടെ നേരെ വരുമ്പോ ഹൂവും. അതാണ് നോക്കിയേ, ദ ബുക്ക്, ആ ബുക്ക്. യു ഗേവ് മീ, എനിക്ക് നൽകിയതായ, വിച്ച് യു ഗേവ് മീ, എനിക്ക് നൽകിയതായ ബുക്ക് ഈസ് ഇൻ മൈ റൂം, എന്റെ റൂമിലുണ്ട്. വിച്ചാണ് കറക്റ്റ്. അടുത്തത്, അടുത്തതിന്റെ ആൻസർ പറയുന്നത് ആൽഫയാണ്. The man dash we met this morning. The man dash we met this morning is a
doctor. Is a doctor. അടിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയി ആൻസർ എഴുതി കൊടുക്കുക. A. Whom. 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 B. Whose. 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 C. Who. WHO. Whom? Whom. Whom അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും അഭിപ്രായം പറയാത്തതുകൊണ്ട് എല്ലാവരും ഹുമ്മിലാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഓക്കെ. The man. Whom. ആരെയാണോ we met this morning. ഇന്ന് രാവിലെ നമ്മൾ കണ്ട ആ മനുഷ്യൻ is a doctor. Whom. ആരെയാണോ ഇന്ന് രാവിലെ കണ്ടത് അദ്ദേഹം ഒരു ഡോക്ടറാണ്. അടുത്തത് ആൻസർ പറയേണ്ടത് ദീപ്തിയാണ്. The man dash spoke SPOKE dash spoke just now JUST just now is a politician. POLITICIAN politician. എന്റെ ഇടയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയ ഉത്തരങ്ങൾ എഴുതിക്കോ. A. Who. WHO. B. Whom. WHOM. C. WHOSE. Whose. ആരുടെ? ഓക്കെ, ദീപ്തിയുടെ ചാൻസ്. Whom. എന്തോ ദീപ്തി കണ്ടില്ല. ഹൂ അല്ലേ? യെസ്, ഹൂ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ. ദ മാൻ. അയ്യോ, ഹൂ അല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ചോദിക്കില്ല. ഹൂ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? യെസ്, എന്ന് ആൻസർ പറയാം. ദ മാൻ, ആ മനുഷ്യൻ. ഹൂ സ്പോക്ക് ജസ്റ്റ്, ഇപ്പൊ സംസാരിച്ചതായ മനുഷ്യൻ. ഹൂ സ്പോക്ക് നൗ, ഇപ്പോൾ സംസാരിച്ചതായ മനുഷ്യൻ ഈസ് എ പൊളിറ്റീഷ്യൻ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. ഓക്കെ, ഇനി അടുത്ത റോമൻ ഹെഡിങ് കൊടുക്കുക. എത്രയാണ്? 10 അല്ലേ? അതൊക്കെ 11. 10. 10. ഓക്കെ, 10 ഉണ്ട്. എഴുതിക്കോ. പിക്ക് ഔട്ട് ദി adverb AD. റോമൻ ലെറ്റർ 11 ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് പറഞ്ഞത്. റോമൻ ലെറ്റർ വേണ്ട, 11. എന്തോ റോമൻ ലെറ്റർ ക്ലിയർ ആയില്ല ദീപ്തി? കട്ടായി പോണം. ആണോ? റോമൻ ലെറ്റർ 11 കൊടുക്കുക. റോമൻ ലെറ്റർ 11 കൊടുക്കുക. എന്നിട്ട് എഴുതുക പിക്ക് ഔട്ട് the adverbs 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 in the following sentences. The following sentences. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന വാചകത്തിന് ഏതെങ്കിലും ഒരു വാക്ക് ആഡ്വർബാണ്. ആ ആഡ്വർബ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. You must start very, VERY, very
early, EARLY, early. You must start very early. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ജസ്നയാണ്. ഓക്കെ, അതിന്റെ അടിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയ ആൻസർ എഴുതിക്കോളൂ. എ, വെരി ഏർലി, വെരി ഏർലി, EARLY, വെരി ഏർലി. ബി, ബി, മസ്റ്റ്, MUST, മസ്റ്റ്. ബി എന്നുള്ളത് മസ്റ്റ്. സി, Sir, question ഒന്നുകൂടി പറയോ? ചോദ്യമാണോ പറയേണ്ടത്? ദീപ്തി ചോദ്യമാണോ? അതെ, ദീപ്തി വളരെ കട്ടായി പോകുന്നു. യു മസ്റ്റ് സ്റ്റാർട്ട് വെരി ഏർലി, യു മസ്റ്റ് സ്റ്റാർട്ട് വെരി ഏർലി, ബ്രാക്കറ്റിൽ എ, വെരി ഏർലി. Sir, question ഒന്നുകൂടി പറയോ? യു മസ്റ്റ് സ്റ്റാർട്ട്, യു മസ്റ്റ് സ്റ്റാർട്ട്. ദീപ്തി റേഞ്ചിന്റെ പ്രോബ്ലം എന്ന് തോന്നുന്നു, കട്ടായി പോയി. യെസ്, ജസ്റ്റ് ആൻസർ പറഞ്ഞോളൂ. വെരി ഏർലി. വെരി ഏർലി. ഓക്കെ, അപ്പൊ ഈ വാചകത്തിൽ യു മസ്റ്റ് സ്റ്റാർട്ട് വെരി ഏർലി എന്ന് പറഞ്ഞ വാചകത്തില് വെരി ഏർലി എന്നുള്ളതാണ് ആഡ്വർബ് എന്നാണ് ജസ്റ്റ് പറയുന്നത്. ജസ്റ്റയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർക്ക് വേറെ പറയാം. യെസ്, വിയോജിപ്പ് ആർക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും വിയോജിപ്പില്ലെങ്കിൽ എനിക്കും വിയോജിപ്പില്ല, കറക്റ്റ് ആണ്. വെർബിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറഞ്ഞത്. പോവുക എന്നുള്ളതിനെ, അല്ലെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? വെരി ഏർലി, നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ആൻസർ പറയേണ്ടത് നസീലയാണ്. യു മസ്റ്റ്, യു മസ്റ്റ് സ്റ്റേ, STAY, സ്റ്റേ ഹിയർ, HERE, ഹിയർ. യു മസ്റ്റ് സ്റ്റേ ഹിയർ. ഓക്കെ, അതില് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ എഴുതിക്കൊള്ളുക. എ, ഹിയർ, HERE, ഹിയർ. ബി, STAY, സ്റ്റേ, STAY, സ്റ്റേ. സി, YOU, യു. ഓക്കെ നസീല, ഉത്തരം പറഞ്ഞോളൂ. ഹിയർ. ഹിയർ, ഹിയർ എല്ലാ എന്ന അഭിപ്രായമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആരുമില്ല? യെസ്, അപ്പോ എല്ലാവരുടെയും ഉത്തരം ശരിയാണ്. ഹിയർ, ഇരിക്കുന്നു. എവിടെ? ഇവിടെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ലുക്ക്, യു ലുക്ക് വെരി, VERY, വെരി tired, TIRED, tired. You look very tired. ഓക്കെ, എന്റെ അടിയിൽ എഴുതിക്കൊള്ളുക. മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ എ, വെരി ടയേർഡ്, വെരി ടയേർഡ്. ബി, YOU, യു. സി, ലുക്ക്, LOOK, ലുക്ക്. ദീപ്തി ഹരി ഉത്തരം പറയുക. ലുക്ക്. ഹലോ പറഞ്ഞോളൂ ദീപ്തി. സാർ, ഞാനിപ്പോ കട്ടായിട്ടേ രണ്ടാമത് കേറിയുള്ളൂ. അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതാണ് ഞങ്ങള് ദീപ്തി പറഞ്ഞത് ശരിക്കും കേൾക്കുന്നുണ്ടായില്ല. ഒന്ന് മാറിയിരുന്നു. ഓക്കെ 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 അപ്പൊ ഒരു കാര്യം ചെയ്യാം. മുബീന വന്നോ? മുബീന? യെസ്, മുബീന വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സബികക്ക് തന്നെ തരാം ചോദ്യം. ഓക്കെ, സബിക പറഞ്ഞോളൂ. വെരി ടയേർഡ്. വെരി ടയേർഡ്. ഓക്കെ സബിക, ഈ വെരി ടയേർഡ് അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും അതുണ്ടോ? ഇല്ല.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വെരി ടയേർഡ് ഈസ് എ കറക്റ്റ് ആൻസർ. എല്ലാവരുടെയും സെയിം ആണെങ്കിൽ ഞാനായിട്ട് ഇതിൽ പറയുന്നില്ല. അടുത്തത് 4ാമത്തെ ചോദ്യം. യു മസ്റ്റ് വർക്ക് ഹാർഡ്, HARD, ഹാർഡ്. യു മസ്റ്റ് വർക്ക് ഹാർഡ്. ഓക്കെ, അതിനടിയിൽ 3 ആൻസർ എഴുതിക്കൊള്ളുക. എ ഹാർഡ്, HARD, ഹാർഡ്. ബി മസ്റ്റ്, MUST, മസ്റ്റ്. സി വർക്ക്, WORK, വർക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം പറയേണ്ടത് ഹരീഫയാണ്. എന്തോ? ഹാർഡ്. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ്. ഇനി ഹാർഡ് അല്ലാതെ വേറെ വല്ല അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ട്? നിങ്ങൾ ജോലി ചെയ്യണം. എങ്ങനെ ജോലി ചെയ്യണം? ജോലി ചെയ്യുക എന്ന് വിശേഷിപ്പിക്കുന്ന കഠിനമായി. ഓക്കെ, അടുത്തത് ഹി സ്പോക്ക്. അടുത്തതിന് ആൻസർ പറയേണ്ടത് ആൽഫയാണ്. ഹി സ്പോക്ക്, SPOKE, സ്പോക്ക്. കൈൻഡ്ലി, KINDLY, കൈൻഡ്ലി. ടു മീ. അടിയിലുള്ള 3 ആൻസർ എഴുതിക്കോ. എ കൈൻഡ്ലി, KINDLY, കൈൻഡ്ലി. ബി സ്പോക്ക്, SPOKE, സ്പോക്ക്. സി ടു മീ, ടു മീ. അത്ഭുതം പറഞ്ഞോണ്ട് റെഡിയാകുമ്പോ ഓക്കെ. മുബീനെ എത്ര നേരം ഞാൻ വിളിക്കുന്നത്? സാർ മോന് ഫുഡ് കൊടുക്കാൻ പോയതായിരുന്നു, വാശി പിടിച്ച് കരയായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നോ പ്രോബ്ലം. അപ്പോ പറഞ്ഞതൊക്കെ എടുക്കണം കേട്ടോ, മറക്കരുത്. അതല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതെല്ലാം എഴുതിയെടുക്കണേ. യെസ്, അപ്പൊ കൈൻഡ്ലിയാണ്. അപ്പൊ കൈൻഡ്ലി എന്നല്ലാതെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. അടുത്തത് നെക്സ്റ്റ്. He comes, COMES, comes here, HERE, here. അടുത്ത പറയേണ്ടത് ജസ്റ്റ് ആണ്. He comes here often, OFTEN, often. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ എഴുതിക്കൊള്ളുക. എ he, he. ബി comes, COMES, comes. C often, OFTEN, often. ഇനി ആർക്കെങ്കിലും ഓഫൺ അല്ല എന്നുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ആർക്കും ഇതിനഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും ഓഫൺ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സംഗതി ശരിയാണ്. അടുത്തത് ഇറ്റ് റെയിൻസ്, RAINS, ഇറ്റ് റെയിൻസ് heavily, HEAVILY, heavily in July, JULY, July. It rains heavily in July. ഓക്കെ, ഇതിനിടയിൽ 3 ആൻസർ എഴുതിക്കൊള്ളുക. ഒന്ന് എ heavily, HEAVILY, heavily. B rains, RAIN, നസീരയാണ് മറുപടി പറയേണ്ടത്. rains, RAINS, rains. C it.
ഹെവിലി. ഓക്കെ, പറഞ്ഞു. ഹെവിലി. ഹെവിലി അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? യെസ്, ഹെവിലി അല്ല എന്ന അഭിപ്രായമുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് ഹെവിലി എന്നുള്ളതിൽ ഞാനും ഉറപ്പിച്ചു. കറക്റ്റാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം. യൂഷ്വലി I eat my breakfast. Usually I eat my breakfast before 7 o'clock. Like before 7 in January, before 7. Usually I eat my breakfast before 7. Full stop. Multiple choice ആയി 3 ഉത്തരങ്ങൾ എഴുതിക്കൊള്ളുക. 1 A. Usually. അടുത്ത ഉത്തരം പറയുന്നത് ദീപ്തിയാണ്. B. Eat. EAT. C. Before. 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 Yes. ദീപ്തി ഉത്തരം പറഞ്ഞോളൂ. Usually. ഓക്കെ ദീപ്തി. ഇനി യൂഷ്വലി അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? യെസ്, യൂഷ്വലി എന്ന് പറയുന്ന അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായം ആർക്കും ഇല്ലാത്തതുകൊണ്ട് അത് കറക്റ്റ് ആൻസർ ആണ്. അടുത്തതിന് ഉത്തരം പറയേണ്ടത് മുബീനയാണ്. ജനറലി I play football in the evening. Generally. ഞാൻ ഉത്തരം മൾട്ടിപ്പിൾ ചോയ്സ് പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ മുബീന ഉത്തരം പറഞ്ഞു അല്ലേ? ഓക്കെ. എ എന്ന് പറഞ്ഞാൽ ജനറലി, ബി പ്ലേ, സി ഫുട്ബോൾ. ഇതാണ് ഉത്തരം. ജനറലി പ്ലേ ഫുട്ബോൾ. ഇതാണ് ABC എന്ന് പറയുന്ന ഉത്തരം. അപ്പൊ മുബീന പറയുന്നു ജനറലി എന്നാണെന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എതിരഭിപ്രായമില്ല അല്ലേ? ഓക്കെ. യെസ്. അടുത്തത് റോമൻ ലെറ്റർ 12. ചോദ്യം ഇതാണ്. പിക്ക് ഔട്ട് noun phrases, NOUN, noun phrases, PHRACS, in the following sentences. Okay. അതിൽ ഒന്നാമത്തെ ചോദ്യം. The secret of her success is hard work. ഓക്കെ. അപ്പോ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കണം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നോ രണ്ടോ രണ്ടിലധികമോ വാക്കുകൾ ചേർന്ന് വരുന്നതാണ് ഫ്രേസ് എന്ന് പറയും. അങ്ങനെ രണ്ടോ രണ്ടിലധികമോ വാക്കുകൾ ചേർന്ന് വരുന്നത് ഒരു നൗൺ ആയിരിക്കും, ഒരു പേരായിരിക്കും. യെസ്. ഇനി അതിന്റെ അടിയിലുള്ള ആൻസർ എഴുതിക്കോ. എ. The secret of her success. എ എഴുതിയിട്ട് the secret of her success.
സബികയാണ് ആൻസർ പറയേണ്ടത്. ദ സീക്രട്ട് ഓഫ് ഹെർ സക്സസ്. ബി. ബി. ഈസ്. യെസ്, ഈസ്. സി. വർക്ക്. വർക്ക്. യെസ്, പറഞ്ഞോളൂ സബിക. The secret of her success. ഓക്കെ, കറക്റ്റ് ആണ്. അവളുടെ വിജയത്തിന്റെ രഹസ്യം, അതാണ് സബ്ജക്റ്റ് അല്ല, രഹസ്യം. ഈസ് ആകുന്നു. വെറുതെ തൊട്ട് മുന്നേ വന്നതായിരിക്കും സബ്ജക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നിങ്ങൾ ആലോചിച്ച് പറയണേ. ആൾക്കാർ അടുത്തത് ഖലീഫ. ഓക്കെ, ചോദ്യം ഇതാണ്. ഹി ഡിഡ് നോട്ട് ലൈക്ക് my going, G-O-I-N-G, my going there, T-H-E-R-E, there. എന്ത് പറ്റി ശരണ്യ? He did not like my going there. Yes. ലേറ്റ് ആയിപ്പോയി സാർ. Okay. ഇത് എഴുതിയിരിക്കണോട്ടെ. He did not like my going there. Okay. അതിന്റെ അടിയിലുള്ള ആൻസർ എഴുതിക്കോ. A. My going there. My going there. Okay. B. Like. L-I-K-E. Like. C. He. H-E. He. ഓക്കെ, ഖലീഫ ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. My going there. ഓക്കെ, ശരിയാണ്. ഇവിടെ കുറച്ച് പേർക്ക് വേണമെങ്കിൽ സംശയം തോന്നുക, ഹീ പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുക. ഹീ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കുള്ളൂ, രണ്ടോ അതിൽ കൂടുതലോ വല്ല. ഇത് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു ടെക്നിക്കിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ ഞാനത് പറയണില്ല എന്ന് മാത്രം. യെസ്, മൈ ഗോയിങ് ദയർ. അവന് ഡിഡ് നോട്ട് ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല. എന്ത്? എന്റെ അവിടേക്കുള്ള പോകൽ. യെസ്. അടുത്തത്. I saw a tree. I saw a tree. I saw a tree full of fruits. F-R-U-I-T-S. Fruits. I saw a tree full of fruits. And A. Tree full of fruits, comma, tree full of fruits. B. Sow, S-A-W, sow. C. I. ഓക്കെ, ഇതിന്റെ ആൻസർ പറയേണ്ടത് ആൽഫയാണ്. Tree full of fruits. ഓക്കെ, കറക്റ്റ് ആൻസർ. അടുത്തത് ദ ടീച്ചർ. അടുത്തതിന്റെ ആൻസർ പറയേണ്ടത് ദീപ്തിയാണ്. ദ ടീച്ചർ punished, P-U-N-I-S-H-E-D, punished all the boys, B-O-Y-S, boys in the class. The teacher punished all the boys in the class. Okay, ഉത്തരം എഴുതിക്കോളൂ. A. All the boys in the class. All the boys in the class. B. The teacher. B. The teacher. C. Punished, P-U-N-I-S-H-E-D, punished. ഇതിന്റെ ആൻസർ പറയേണ്ടത് ദീപ്തിയാണ്. All the boys in the class.
It's a correct answer. Very good, very good. സംശയം മാർക്കുമെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. അടുത്തത് the vegetable boxes. The vegetable boxes, 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 fell, FELL, fell from the shelf, SHELF, shelf. The vegetable boxes fell from the shelf. Answer A. The vegetable boxes. A. The vegetable boxes. B. Fell, FELL, fell. C. Shelf, SHELF, shelf. ഇതിന്റെ ആൻസർ പറയേണ്ടത് ശരണ്യാണ്. ഇതാണ് മനസ്സിലാവാതിരുന്നത്. ഇതുവരെ പലതൊന്നും പിടികിട്ടിട്ടില്ലേ? ഞാൻ ഇപ്പോഴാ കേറിയത് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ശരണ്യ വന്നതിന് ശേഷം രണ്ടു തവണ പറഞ്ഞല്ലോ. ശരണ്യ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അകത്തുള്ള നൗൺ ഫ്രേസിനെ കണ്ടുപിടിക്കാനായിട്ട് ചോദ്യം. നൗൺ ഫ്രേസിനെ കണ്ടുപിടിക്കുക. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയില്ല. The vegetable box. Okay. Correct ആണ്. The vegetable boxes. Okay, very good. അടുത്തത് he enjoyed, ENJOYED, enjoyed playing, PLAYING, playing cricket, CRICKET, cricket. He enjoyed playing cricket. അതില് A, playing cricket. B, he. C, enjoyed. മുബീനെയാണ് ആൻസർ പറയുന്നത്. Enjoyed. Playing cricket is the correct answer. സംശയാർത്ഥികളോട് ചോദിക്കാം. അടുത്തത് ഏഴാമത്തെ ചോദ്യം. A boy in the building was crying, CRYING. A boy in the building was crying. Okay, ini A boy in the building. A boy in the building. B was. C, crying. സബികയാണ് ഉത്തരം പറയേണ്ടത്. A boy in the building. Okay, it's a correct answer. അടുത്തത് അടുത്തതിന് ഉത്തരം പറയേണ്ടത് ആരിഫ. Yes. I told him an interesting, INTEREST, interesting story, STORY, story. I told him an interesting story. A, an interesting story. B,
B. Told, T-O-L-D, told. C. Him. An interesting story. Very good. An interesting story. Okay. അപ്പോ അടുത്ത ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്, അതായത് ഈ 12 വരെ ഉള്ളത് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മെയിൻ പരീക്ഷയോടനുബന്ധിച്ച് 12 ഹെഡിങ്ങിന്റെ കീഴിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരിക്കും ഒന്ന് പഠിക്കുക. മെയിൻ പരീക്ഷയോടനുബന്ധിച്ച്, മോഡലല്ല, മെയിൻ പരീക്ഷയ്ക്ക്. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഇതേപോലെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക, ഇതേ മെത്തേഡിലായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോ നാളത്തോടുകൂടി നിങ്ങളുടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ് അല്ലേ ആൽഫ? Yes, sir. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ് ഞാൻ തന്നെയാണ്. അപ്പൊ നാളെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടി അനുകൂലമാണെങ്കിൽ നമുക്ക് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുള്ള ക്ലാസ് എടുക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലാസ്. അത് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പൊ നാളെയും കൂടി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയും. ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടി നിങ്ങളൊന്ന് എഴുതിയെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഭംഗിയായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ ഇന്നിപ്പോ ഇനി ഞാനത് കുറച്ചും കൂടി വാങ്ങിച്ചത്, ഇനി ഏതെങ്കിലും കാരണവശാല് വല്ല കറണ്ട് പോവുകയോ സിസ്റ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയോ വല്ല പണിമുടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോകും. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇന്ന് റെഡിയാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും അവസാനമായിട്ട് കണ്ട് പിരിയുന്നു. ഓക്കെ ശരണ്യ? ഓക്കെ സാർ. ഓക്കെ. അപ്പോ ഇന്നത്തെ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നാളെ സാധിക്കുന്നവരോട് വരാൻ പറയുക. നാളെ എന്താ പറയാ, ലാസ്റ്റ് സപ്പർ ഡേ അല്ലേ ആൽഫ? Yes. ഓക്കെ. നോ പ്രോബ്ലം. അപ്പൊ വരിക. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ചോദ്യങ്ങളൊന്നും മറക്കാതിരിക്കുക. ഈ ചോദ്യങ്ങളുടെ മോഡല് തന്നെ നിങ്ങൾ ശരിക്കും നോക്കുക. ഇതായിരിക്കും ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ. അവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇന്ന് കുറച്ചുപേര് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അല്ലേ സബിക? ഇല്ല, ഇന്ന് അശ്വതി മാമിന്റെ പറഞ്ഞിരുന്നു. ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല, കേറിയപ്പോഴാണ് അറിഞ്ഞത്. കുറച്ചുപേര് കയറിയപ്പോഴാണ്. ഓക്കെ, നോ പ്രോബ്ലം. അത് മെസ്സേജ് ഇടാനായിട്ട് ഞാനിവിടെ ടെക്നിക്കൽ മീറ്റിങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇട്ടേക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവര് ഇടാനായിട്ട് കുറച്ച് കാലതാമസം വന്നിരിക്കുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇന്ന് കയറാത്തവരോടും കൂടി ഞാൻ പറയുകയാണ്, അവരോടൊന്ന് പറഞ്ഞേക്കുക. വൈകി കയറിയവരും ഇതെല്ലാവരും എഴുതിയെടുക്കുക. ഇത് നിങ്ങൾ എഴുതിയെടുക്കാതിരിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ ഞാൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ എഴുതിയെടുക്കാതിരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഒരു 1-2 പാട്ടൊക്കെ പാടാനായിട്ട് തയ്യാറായിരിക്കും ശരണ്യ, ആൽഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും പൂയത്തിന്റെ ആശംസകൾ നേരുകയാണ്. നമുക്ക് ലാസ്റ്റ് ദിവസമായിട്ട് നാളെ കാണാം. ഓക്കെ ശരണ്യ? Thank you, sir. Thank you, sir. ഓക്കെ. താങ്ക് യു സാർ. Good night, sir. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. താങ്ക് യു സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ദീപ്തി.